കൊച്ചി പാലാരിവട്ടത്ത് റേഞ്ച് റോവർ അപകടത്തിൽ പരാതി. മരിച്ച റോഷൻ ആന്റണിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. കാർ ഓടിച്ചിരുന്ന അൻഷാദ് എന്ന ചുമട്ടുതൊഴിലാളിയെ പോലീസ് സംരക്ഷിക്കുന്നതായാണ് പരാതി. സഹിൻ ആന്റണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഈ വിഷയത്തിൽ മരിച്ച ആളുടെ കുടുംബം ഉയർത്തുന്ന പരാതികൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാലാരിവട്ടത്തെ ഈ സ്ഥാപനത്തിൽ നിന്നും വാഹനം ഇറക്കാൻ അൻഷാദ് എന്ന് പറയുന്ന തൊഴിലാളി, ചുമട്ടുതൊഴിലാളി എത്തുമ്പോൾ ഇയാൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഈ പ്രിലിമിനറി ടെസ്റ്റിന് മുൻപ് നൽകേണ്ട പരിശീലനമോ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. റേഞ്ച് റോവർ വാഹനം ഇയാൾ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ഈ കുടുംബം ഇത് സംബന്ധിച്ചുള്ള പരാതി ഉയർത്തുകയാണ്. കുടുംബം പറയുന്നത് ചുമട്ടുതൊഴിലാളികളുടെ നിർബന്ധപ്രകാരമായിരുന്നു ഇത്തരത്തിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറയുന്നത് ചുമട്ടുതൊഴിലാളികളുടെ നിർബന്ധപ്രകാരമായിരുന്നു ഇത്തരത്തിൽ ആ വാഹനം അവർ നിർബന്ധപൂർവ്വം ഇറക്കിയതാണ്. അതുതന്നെയാണ് റോഷൻ ആന്റണിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി മാറിയത്. ഇതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല. മാത്രമല്ല, പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഒട്ടുമിക്ക ആളുകളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നടപടി ഇതിൽ ആവശ്യമാണ് എന്നുള്ളൊരു നിർദ്ദേശം, ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പരാതിയാണ് അവർ ആവശ്യപ്പെടുന്നതും. എന്തായാലും ഈ പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും നൽകി കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് ഈ പരാതി ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. റോഷൻ ആന്റണിയുടെ ജീവൻ നഷ്ടമായതിൽ കൃത്യമായ, അതായത് ചുമട്ടുതൊഴിലാളികളുടെ ഭാഗത്ത് വലിയ വീഴ്ച, ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ചുമട്ടുതൊഴിലാളി സംഘടനകൾ ഇതിൽ നിന്നും വിട്ടുമാറുകയാണ്. അവർ പറയുന്നത് ഞങ്ങളല്ല ഈ വാഹനം ഇറക്കിയത് എന്നുള്ളതാണ് അവരും ആക്ഷേപം ഉന്നയിക്കുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.